സുസഭാഗ്യ പിതാവ് തിരുവനന്തപുരം അതിരൂപതയിലേക്ക് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ എന്നോട് അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചോദിച്ചു. അച്ഛനെ എപ്പോഴെങ്കിലും യേശുവിന്റെ തോടില് ഒരു ആടിനെ ചിത്രം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. എങ്ങനെയുള്ള ചിത്രമാണ്? നമ്മളെ കണ്ടോ? യേശുവിനെ തോടില് ഒരു ആടിനെ ഇട്ടേക്കുന്ന ചിത്രം ആരും കണ്ടിട്ടുണ്ട്? കണ്ടോ? ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ചിത്രത്തിന് ഇതാണ്. ആ ചിത്രത്തിന് എന്താണ് പ്രത്യേകത? വെറുതെ യേശു ഒരു തോളിൽ ഒരു ആടിനെ ഇട്ടേക്കുക. ആടിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. ഈശോയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ടോ? ഈശോയ്ക്ക് മുറിവില്ല, ആടിന് മുറിവില്ല അല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യേശു ഈ ആടിനെ അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ മുറിവേറ്റിട്ടുണ്ട്. എങ്ങനെയാണ്? ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്ന് ഈ ആടിനെ രക്ഷിച്ചു കൊണ്ടുവരണമെങ്കിൽ ചെന്നായ്ക്കളുടെ ആക്രമണം നേരിട്ട് ആടിന് മുറിവേറ്റിട്ടുണ്ട്, ഈശോയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ഇടയനാണ് യേശു എന്ന് നമ്മൾക്ക് പറയാനാണ് സുവിശേഷം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ഇത് വേണം. ഒന്നാമതായിട്ട് ആത്മീയ യാത്രയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. 2 പരിശുദ്ധ കുർബാന സ്വീകരിച്ചുള്ള ബലം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ 1 രാജാക്കന്മാരുടെ 19-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ ഏലിയ പ്രവാചകന്റെ കഥ നോക്കുന്നത് ഓർമ്മയുണ്ടോ? ഏലിയ പ്രവാചകൻ ഇങ്ങനെ ബാലിന്റെ പ്രവാചകന്മാരെ തോൽപ്പിച്ചിട്ട് മരുഭൂമിയിലേക്ക് ഓടി വിളിക്കുന്നത്. അവിടെ പേടിച്ച് ഇങ്ങനെ മരുഭൂമിയിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവമേ എനിക്ക് മരണം നൽകണമേ എന്ന് മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് ഒരു ദൂതൻ എന്ന് പറയുന്നു, ഇത് എടുത്ത് ഭക്ഷിക്കും. മുമ്പിൽ അപ്പവും വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതെടുത്ത് ഭക്ഷിക്കും എന്ന് പറയുന്നത്. രണ്ടാമത് വീണ്ടും പറയുന്നുണ്ട്, ഇതെടുത്ത് ഭക്ഷിക്കുക, നിന്റെ യാത്ര ദുഷ്കരമാകാതിരിക്കുക. അപ്പം നമ്മുടെ യാത്ര ദുഷ്കരമാകാതിരിക്കാനായിട്ട് വീണ്ടും ഭക്ഷിക്കുക എന്നതൊരു പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ എല്ലാവരും ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നു, കുർബാന സ്വീകരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോയാണ് നമ്മുടെ ശക്തി. അതാണ്